ജമീല മാഡത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും വളരെ ചെറുപ്പ കാലഘട്ടം തന്നെ മുതൽ തന്നെ ഇടതുപക്ഷത്തിന്റെ സന്തത സഹചാരിയായിരുന്നു. പക്ഷേ കരിയർ തിരഞ്ഞെടുത്ത ഒരു കാലഘട്ടത്തിൽ ഇനീഷ്യൽ ഒരു ബാങ്കിങ് കാലഘട്ടം, പിന്നീട് സജീവ രാഷ്ട്രീയം, ഇത്തരത്തിലൊരു ചേഞ്ച്, ഫസ്റ്റ് ഒരു കരിയർ, പിന്നെ ആ കരിയർ വളരെ നന്നായിട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ അതിൽ നിന്ന് മാറി പൊളിറ്റിക്കൽ കരിയർ. ഇത്തരത്തിൽ രണ്ട് വസ്തുതകൾ, രണ്ട് ആക്ടിവിറ്റി ഒരുമിച്ച് മാനേജ് ചെയ്യാൻ പറ്റിയത് എങ്ങനെയാണ്? രണ്ട് ആക്ടിവിറ്റി ആണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ നേരത്തെ ബിന്ദുകൃഷ്ണയൊക്കെ പറഞ്ഞതുപോലെ ജോലിക്ക് വേണ്ടി, വരുമാനത്തിന് വേണ്ടി ഒരു തൊഴിൽ ചെയ്യുന്നതും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നതും രണ്ടാണ്. ഒന്നൊരു ജീവിത രീതിയാണ്, അല്ലെങ്കിൽ ഇതൊരു കാഴ്ചപ്പാടാണ്, നമ്മുടെ ജീവിതത്തിലെ ശൈലിയാണ്. രണ്ടാമത്തത് ഈ വരുമാനത്തിന് ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ജീവൻ നിലനിർത്താനുള്ളൊരു ആവശ്യമാണ്. പക്ഷെ എന്നും ഇപ്പോൾ ഞാൻ പറയുന്നു, ഏത് സമയത്തായിരുന്നെങ്കിലും എനിക്കിഷ്ടം ഉണ്ടാകുമായിരുന്ന ഒരു ജോലി ചുറ്റും ധാരാളം ആൾക്കാരുമായിട്ട് ഇടപഴകുന്ന ഒരു രംഗമായിരുന്നിരിക്കണം. അതിൽ ബാങ്ക് എനിക്ക് ഒരുപാട് അവസരങ്ങൾ തന്നു. അതുകൊണ്ട് ബാങ്കിങ് എനിക്ക് വലിയ ഇഷ്ടമാണ്. അവിടെ പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കിലാണ്, എൻ്റെ ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്കിലാണ് ഞാൻ ജോലി ചെയ്തിരുന്നത്. സ്ത്രീകൾ വളരെ കുറവായിരുന്നു. എൻ്റെ ബാച്ചിൽ 93 ഓഫീസേഴ്സിനെ ഡയറക്റ്റായിട്ട് നിയമിക്കുമ്പോൾ ഞാൻ ഒരൊറ്റ സ്ത്രീയാണ് ഉണ്ടായിരുന്നത്. വേറെ ഒരു സ്ത്രീ കൂടെ ഉണ്ടായിരുന്നു തമിഴ്നാട്ടിൽ നിന്ന് വന്ന്. ആ കുട്ടി ഒരു 6-7 മാസമായപ്പോൾ രാജിവെച്ച് പോയി. അവരെ കൊണ്ട് ഈ പ്രൊബേഷൻ താങ്ങാൻ വയ്യ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അന്ന് എനിക്ക് ജോലി ഒരാവശ്യമായിരുന്നു. എൻ്റെ വിവാഹം 18 വയസ്സിൽ കഴിഞ്ഞപ്പോൾ അച്ഛനുമായിട്ട് നന്നായിട്ട് ഞാനൊന്ന് തെറ്റിയാണ് കല്യാണം കഴിക്കുന്നത്. എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞത്, ഇംഗ്ലീഷിലെ സുപ്രസിദ്ധമായിട്ടുള്ളൊരു വാക്യമാണ് അച്ഛൻ പറയുന്നത്. അച്ഛൻ പറഞ്ഞത്, ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ടാണ് പലരും അതിനെ ഭയപ്പെടുന്നത്. അതുകൊണ്ട് നിനക്ക് സ്വാതന്ത്ര്യം വേണമെങ്കിൽ നീ ഉത്തരവാദിത്വം എടുത്തു പോകണം. 18 വയസ്സേ ഉള്ളൂ. പക്ഷെ നമുക്കിതൊക്കെ തലയ്ക്ക് പിടിക്കും. അച്ഛൻ പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് തലയ്ക്ക് പിടിച്ചിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞത് മാത്രമല്ല, പിന്നെ പഠിപ്പിച്ചിരുന്നവർ പറഞ്ഞു തന്നത്, പിന്നെ ഞാൻ പല ആളുകളെയും വളരെ ആരാധനയോടുകൂടി നോക്കുമായിരുന്നു, ബിന്ദുവൊക്കെ പറഞ്ഞതുപോലെ. അപ്പോൾ അവർ പറഞ്ഞത് പലതും എനിക്ക് തലയ്ക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ എനിക്ക് ജീവിതത്തിൽ നേരത്തെ കല്യാണി അമ്മയുടെ കാര്യം പറഞ്ഞ പോലെ പല നിലപാടും അല്ലെങ്കിൽ ഒരു അഭിപ്രായം എനിക്ക് രൂപീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊന്നും എനിക്ക് തെറ്റാണെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. 60 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ഈ 60 വർഷം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ നിലപാടുകൾ ശരിയായിരുന്നു. ബാങ്കിൽ അന്നേരം ഒരു ജോലി അത്യാവശ്യമായിരുന്നു, ജോലിക്ക് പോയി. ഭർത്താവ് മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തകനാണെന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു ട്രാക്കിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ സ്പീഡ് കുറയ്ക്കുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ വീതി, പോയിക്കൊണ്ടിരിക്കുന്ന പാതയുടെ വീതിയോ അല്ല അതിരുകളോ എന്നെ കാരണം നിർണ്ണയിക്കപ്പെടുന്നത് ശരിയല്ല. അത് അദ്ദേഹത്തിൻ്റെ ജീവിതമാണ്. അങ്ങനെ എനിക്ക് ഒരു വലിയൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ എനിക്കെപ്പോഴും എൻ്റെ അച്ഛനും അമ്മയൊക്കെ വളർത്തിയ ഞാൻ സ്വന്തമായി എൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊള്ളും. അല്ലാതെ എന്നെ ആരെങ്കിലും നോക്കുമെന്ന് ഒരിക്കലും അവരെന്നോട് പറഞ്ഞിട്ടില്ല. നിൻ്റെ കാര്യം നീ മാത്രം നോക്കണമെന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എൻ്റെ ഭാരം ആരെങ്കിലും ഏറ്റെടുക്കും, എന്നെ ആരെങ്കിലും പിന്നെ എൻ്റെ സകല ചുമതലകളും ഏറ്റ് ഞാനിങ്ങനെ ആരെങ്കിലും ആശ്രയിച്ച് കഴിയണം തന്നിട്ടില്ല. വളരെ വ്യക്തിത്വം ഉണ്ടായിരുന്ന സ്ത്രീകളാണ് എൻ്റെ ചുറ്റും ഉണ്ടായിരുന്നത്. അത് സുജാത പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. അമ്മയുടെ അമ്മ, അവരുടെ അമ്മ, എൻ്റെ അച്ഛൻ്റെ അമ്മ, അങ്ങനെ നിരവധി സ്ത്രീകൾ. അവരെല്ലാം വളരെ യാഥാസ്ഥിതികരായിരുന്നു. പല കാര്യത്തിലും ഒട്ടും അനങ്ങാത്തവരായിരുന്നു. ഒരു കാര്യത്തിൽ നിന്ന് മാറൂല. പക്ഷെ അവരുടെ വ്യക്തിത്വങ്ങൾ വളരെ മാനവികതയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളായിരുന്നു. അമ്മുമ്മയുടെ അമ്മ വരെ എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ഗ്രാമത്തിൻ്റെ അമ്മയായിട്ടൊക്കെയാണ് അമ്മ അറിയപ്പെട്ടിരുന്നത്. പിന്നെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിലല്ല ജീവിക്കുന്നതെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. ഒരു ഘട്ടത്തിൽ ഓർമ്മ വന്നപ്പോൾ അമ്മ പറയുന്നത്, എനിക്ക് പേരിട്ടത് അൾജീരിയ എന്ന് പറഞ്ഞ രാജ്യത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ട് ഗില്ലറ്റിൻ കൊണ്ട് തല വെട്ടിക്കളയാൻ തീരുമാനിച്ച വിപ്ലവകാരിയുടെ 22 വയസ്സുള്ള വിപ്ലവകാരിയുടെ പേരാണ് ഇട്ടത്. ഒരു ഫോട്ടോ പോലും അവരന്ന് കണ്ടിട്ടില്ല. പക്ഷെ എൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് അവസാനം എനിക്ക് കഴിഞ്ഞ ഒരു 4-5 വർഷം മുമ്പ് നെറ്റിൽ നിന്ന് ആ പടം കിട്ടി. അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. എൻ്റെ അമ്മയുടെ അതേ പ്രായം, ജമീല ബോറിഹെഡ്, അവരുടെ പേരാണ് എനിക്ക് ഇട്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്ക് രാഷ്ട്രീയം ഒരിക്കലും ജീവിതത്തിൽ ഇല്ല എന്ന് തോന്നിയിട്ടില്ല. രാഷ്ട്രീയം ഇല്ലാതെ മറ്റൊരു ജീവിതമില്ല. എല്ലാത്തിലും രാഷ്ട്രീയമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പരിപാടി തുടങ്ങുന്നതിന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ഇപ്പം നിങ്ങൾ ഈ സിനിമയിൽ പോലും വിമൻ കളക്റ്റീവ്സ് ഉണ്ടാക്കുന്ന കാലം, സത്വബോധം വേണം, തിരിച്ചറിയുന്നു. പിന്നെ നമുക്കൊരു വോയിസും ഇല്ലാത്തൊരു കാര്യത്തിൽ
ഒരു സാഹചര്യത്തിൽ ഭരിക്കപ്പെടാനായിട്ട് നമ്മൾ എങ്ങനെ നിൽക്കും? നിന്നു കൊടുക്കാൻ പറ്റും. പൂർണ്ണമായും ഭരിക്കപ്പെടാൻ നമ്മൾ എങ്ങനെ സമ്മതിച്ചു കൊടുക്കും? അത് ഒരു താൻ പോരിമയുടെ കാര്യമല്ല, അത് വെറും ജനാധിപത്യത്തിൽ നമ്മുടെ വ്യക്തിത്വത്തിൽ നമുക്കുള്ള വിശ്വാസമാണ്, ആത്മവിശ്വാസമാണ്. ഞാൻ ചെയ്യുന്നതെല്ലാം ബാക്കി ആരെങ്കിലും പറഞ്ഞു തന്നിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാനെന്ന് പറയുന്ന വ്യക്തി എവിടെ പോകുന്നു? എനിക്ക് സ്വന്തം കാലിൽ നിൽക്കാനോ എന്തെങ്കിലും ഒരു പ്രവൃത്തി തനിയെ ചെയ്യാനോ? ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് പ്രകൃതി തന്നെ വലിയൊരു പ്രവർത്തന മേഖല കൊടുത്തിരിക്കുകയല്ലേ. പ്രകൃതിയാ തന്നെ നമ്മൾ അതിന് നിയോഗിക്കപ്പെട്ട ആളുകളാണ്. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് ഒരു കാര്യവും ചെയ്യാനൊക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഒരുവിധപ്പെട്ട സ്ത്രീ സ്വാതന്ത്ര്യ സമരങ്ങൾ, സ്ത്രീകൾ നേതൃത്വം കൊടുത്ത സമരങ്ങളെല്ലാം ഞാൻ കേട്ടാണ് വളർന്നത്. ഞങ്ങൾക്ക് ആഹാരവും ഞങ്ങൾക്ക് സമാധാനവുമാണ് വേണ്ടതെന്ന് പറഞ്ഞ് നടത്തിയ സ്ത്രീകളുടെ സമരമാണ് റഷ്യൻ സ്വാതന്ത്ര്യ സമരം തുടങ്ങിയത്. അത് ആരും മറന്നു പോകരുത്. ട്രോട്സ്കി പോലും അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. സമരങ്ങളിൽ എത്രത്തോളം സ്ത്രീകളുടെ ക്രിയാത്മകമായ ഇടപെടലുകൾ, അത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സ്ത്രീകൾ ക്രിയാത്മകമായി ഇടപെട്ടിട്ടില്ലാത്ത ഒരു സമരവും ലോകത്ത് അധിക നാള് നീണ്ടു നിന്നിട്ടുമില്ല, ജയിച്ചിട്ടുമില്ല.